9वीं कक्षा का दूसरा पाठ भाग टीवी, उसका 7वां सीन, दृश्य 7। देखिए, कस्बे की सड़क है। सीन 7, कस्बे की सड़क। कस्बे मार्केट, उसकी सड़क അതിലെ റോഡ്, कस्बे की गली बता सके। देर शाम का समय, നേരം वैगुന്നേര സമയം। तो उसका मतलब रात हो रहे हैं, वो संध्या समय है। देर शाम संध्या का समय। भीड़ जमा है, भीड़ ഒരു ഇരുട്ടാവുന്ന ഒരു സമയം, അതാണ് ദേർ ഷാം। भीड़ जमा है, ജനങ്ങൾ ജമാ है, കൂടിയിരിക്കുന്നു। कारण क्या है? गोबू गोबू कहाँ पहुँचे हैं? गोबू और चुन्नी और लल्लू कहाँ पहुँचे? मनोहर चाचा के घर के गली पहुँचे हैं। मनोहर चाച്ചയുടെ വീടിൻ്റെ ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്। पर उन्हें तो पता नहीं, അവർക്ക് അറിയില്ല उनका घर कहाँ है, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയെന്നുള്ളത് അറിയില്ല। इसलिए गोबू, चुन्नी और लल्लू तीनों तो रो रहे हैं, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്। बच्चे रो रहे हैं, കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു। कौन कौन? गोबू, चुन्नी और लल्लू रो रहे हैं। नाता क्या है? कारण क्या है? मनोहर चाचा का घर का निशान एंटीना रखा था, पर वही एंटीना सभी के घर के छत के ऊपर है। അല്ലേ? ഇപ്പം എല്ലാവരുടെ വീടിൻ്റെ മുകളിലും ആൻറ്റിന ഉണ്ട്। ഇസിലിയെ ഇവ കൺഫ്യൂസ് ഹോ ഗയേ, അതെ അവന് വേണമെങ്കിൽ കൺഫ്യൂഷനായി। ഘർ കോൺസാ ഹെ, വീട് ഏതാണെന്നത്। കസ്ബെ കെ ലോഗ് ഉനെ ചുപ് കരാ രഹേ ഹൈ, കസ്ബെ കെ സ്ട്രീറ്റിലുള്ള ലോഗ് പീപ്പിൾസ് ഉനെയും അവരെ ചുപ് കരാ രഹേ ഹൈ, മിണ്ടാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ചുപ് കറാന അവരെ സൈലൻ്റ് ആക്കുകയാണ്. ചുപ് കർണ, ടു മേക്ക് സംബഡി ക്വയറ്റ്, അല്ലേ? ആരൊക്കെ കൂടിയിട്ട് അവരെ സൈലൻ്റ് ആക്കുന്നു. കസ്ബെ വാല ഏക്ക്, കസ്ബെ വാല വഹി മാർക്കറ്റ് കാ ഏക്ക് ആദ്മി, കസ്ബെ വാല ഏക്ക് ആദ്മി तो बताता है, ഒരാൾ പറയാണ്. കഹത്തെ ഹെ മനോഹർ ചാച്ചാസെ മിൽനെ ആയേ ഹെ, കഹത്തെ ഹെ പറയുന്നു, മനോഹർ ചാച്ചാസെ മനോഹർ ചാച്ചനെ മിൽനെ ആയേ ഹെ കാണാൻ വന്നതാണെന്ന്. കീർത്തിപൂർ സെ, കീർത്തിപൂർ ഗാവ് സെ, കീർത്തിപൂർ എന്ന നാട്ടിൽ നിന്നും. കസ്ബെ വാല ദൂസറ, രണ്ടാമത്തെ മാർക്കറ്റിലുള്ള ആൾ. കസ്ബെ വാല ദൂസറ, കസ്ബെ വാല ബതാത്ത ഹെ അബ് ചുപ് ഹോ ജാओ, ഇനി മിണ്ടാതിരിക്കുക. ചുപ് ഹോ ജാओ, ഇനി മിണ്ടാതിരിക്കുക. ഡറോ മത്, ഭയഭീത് നഹി ഹോന, അല്ലേ? പേടിക്കേണ്ട, ഡോണ്ട് ഫിയർ. ക്യാ നാം ഹെ തുമാര, തുമാര നാം ക്യാ ഹെ, പേരെന്താണ്? लल्लू, लल्लू बताता है लल्लू, लल्लू പറയുന്നു लल्लू, आश्चर्य से बताता है। चुन्नी रोते हुए, करणोंड, मुझे घर जाना है, वो नाम नहीं बताया, वो कहा मुझे घर जाना है, इनके घर जाना है, വീട്ടിൽ പോകണം। മനോഹർ ചാച്ച ആ ജാത്ത ഹെ, മനോഹർ ചാച്ച ആ ജാത്ത ഹെ വന്നു ചേരുന്നു, അറിയാതെ വന്നു ചേരുകയാണ്, അതുകൊണ്ട് ആ ജാത്തേ ഹൈ വന്നു ചേരുന്നു, എത്തിപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഗോബുക്കോ ഉഠാ ലേത്തെ ഹെ, ഗോബുവിനെ എഴുന്നേൽപ്പിക്കുന്നു. ഉഠാലേന എഴുന്നേൽപ്പിക്കുക. മനോഹർ, അരേ ഗോബു തും അഖേലെ കൈസെ ആയേ ഹെ, അരേ ഗോബു, അല്ലയോ ഗോബു, തും അഖേലെ നീ ഒറ്റക്ക്, കൈസെ ആകെ ഒറ്റയ്ക്ക് എങ്ങനെയാണ്, ആകെ വന്നത്. വോ തീനോ, വേ തീനോ അവർ മൂന്ന് പേരും 8, 9, 10 साल के बच्चे हैं, 8, 9, 10 വയസ്സുള്ള കുട്ടികളാണ്. इसीलिए മനോഹർ ചാച്ച പൂछते हैं, അപ്പോൾ 8 और 10 के बीच के बच्चे, അല്ലേ? 8, 9, 10 എന്ന ആ ഒരു ഏജിലുള്ള ബच्चे കുട്ടികളാണ്. इसलिए गोबू से पूछते हैं अकेले कैसे आगे है, ഒറ്റയ്ക്ക് എങ്ങനെ വന്നത്. ഇത്രയും ദൂർ തക്ക് വോ പൈതൽ ചലെ, അത്രയും ദൂരം അവരെന്താണ്, കാൽനടയായി നടന്നിട്ടുണ്ട്. ഗോബു, ടി വി ദേഖ്നാഥ, ടി വി കാണേണ്ടിയിരുന്നു. ഹം തീനോങ്കോ, ഞങ്ങൾ മൂന്ന് പേർക്കും. കസ്ബെ വാലെ ഏക് ദൂസരെ കാ മുഖ് ദേഖ്തേ ഹെ, മാർക്കറ്റിലുള്ളവർ ഒരാൾ മറ്റൊരാളുടെ മുഖ് ദേഖ്തേ ഹെ, മുഖത്തേക്ക് നോക്കുന്നു. മനോഹർ ബച്ചോങ്കോ ലേ ജാത്ത ഹെ, മനോഹർ കുട്ടികളെയെല്ലാം ലേ ജാത്ത ഹെ കൊണ്ടു പോകുന്നു. बच्चों को कहाँ की ओर ले जाता है? मनोहर चाचा अपने घर की ओर ले जाता है। देखिए सीन 8, एक छोटा सा सीन है। मनोहर चाचा का घर, मनोहर चाचा का घर है, कहाँ है?
उनका घर चाचा का घर है അദ്ദേഹത്തിൻ്റെ മനോഹർ ചാച്ചയുടെ വീടാണ് रात का समय രാത്രി സമയം बाबा ने गोबू को गोद में बिठाया है അച്ഛൻ ഗോപുവിനെ ഗോദ് में बिठाया है गोद മടിത്തട്ട് മടിത്തട്ടിൽ बिठाया है ഇരുത്തിയിരിക്കുന്നു उसका मतलब क्या है बाबा भी पहुंचे है उसके पिताजी भी वहाँ पहुंचे है അപ്പോൾ അവരുടെ അച്ഛനും वहाँ पहुंचे है അവിടെ എത്തിയിട്ടുണ്ട് तो क्या है मनोहर चाचा वही इन्फॉर्मेशन दिए होंगे ആ ഒരു വിവരം बाबा को दिए होंगे അച്ഛന് കൊടുത്തിട്ടുണ്ടാവും इसलिए बाबा ने गोबू को गोद में बिठाया അതുകൊണ്ട് തന്നെ ബാബ പിതാജിനെ ഗോപുവിനെ ഗോദ് में बिठाया ഗോപുവിനെ മടിത്തട്ടിൽ ഗോദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മടി ലാപ്പ് അപ്പോൾ മടിത്തട്ടിൽ ഉഠായ ബിഠായ ഉഠായ നഹി ബിഠായ ഇരുത്തിയിരിക്കുന്നു ചുന്നി ഓർ ലല്ലു ബി ഹെ ചുന്നിയും ലല്ലുവും കൂടെ बैठे है ഇരിക്കുന്നുണ്ട് ബാബ മനോഹരനോട് तो मनोहर चाचा से बाबा बोलता है गोबू शैतान है गोबू मिस्चीवियस है വികൃതി പയ്യനാണ് അപ്പം ഷെയ്ത്താൻ वो നടുക്കട് है അവൻ വികൃതിയാണ് പിശാച്ചിനെ പോലെയാണ് യഹ് സബ്കോ പതാ ഹെ ഇതെല്ലാവർക്കും അറിയാം എല്ലാ വികൃതി അവനിലുണ്ടെന്ന് സഭി കോ മാലൂം ഹെ ഉൻകെ നട്കട് കെ ബാരെ में എല്ലാവർക്കും അറിയാം അവൻ്റെ വികൃതിയെക്കുറിച്ച് സബ്കോ പതാ ഹെ എല്ലാവർക്കും അറിയാം പർ ഇത്നാ ഷെയ്ത്താൻ പക്ഷേ ഇത്രയും പിശാച്ചോ ഇത്നാ നട്കട് പക്ഷേ ഇത്രയും വികൃതിയോ हमने सोचा नहीं था ഞങ്ങൾ सोचा नहीं था ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മനോഹർ चाचा के घर में वो पैदल चलकर आएंगे हमने सोचा नहीं था तो गोबू के घर वाले सोचा नहीं था ഗോപുവിൻ്റെ വീട്ടുകാർ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഉത്തനി ദൂർ തക് പൈദൽ ചൽക്കർ ഗോപു പहुंचे അത്രയും ദൂരം ഗോപു നടന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ട് മനോഹർ और पूरा रास्ता याद था മുഴുവൻ വഴിയും യാദ് था ഓർമ്മയുണ്ടായിരുന്നു ഇസെ ഇവന് चलो भाई നടക്കൂ സഹോദര अब टीवी चलाया जाए ഇനി टीवी चलाया जाए പ്രവർത്തിപ്പിക്കാം इतनी दूर से आए हैं ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ तीन दीवाने മൂന്ന് ഭ്രാന്തന്മാരും കൂടെ दीवाने पागल दीवाने എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ भ्रांतन्मार और वो दीवाना बताने का कारण क्या है हाँ वो टीवी देखने के लिए उतनी उत्सुक थे ആ टीवी കാണാൻ അത്രയും ഒരു ഉത്സാഹപ്പെട്ടിരുന്നു इसीलिए दीवाने कहा गया है मनोहर टोपी चलाता है मनोहर क्या चलाता है टीवी चलाता है मनोहर टीवी चलिപ്പിക്കുന്നു उसका मतलब टीवी ऑन करता है गोबू लल्लू और चुन्नी सीधे होकर बैठ जाते हैं गोबू लल्लू चुन्नियों सीधे होकर നേരെ बैठ जाते हैं ഇരിക്കുന്നു टीवी से आवाज़ आती है टीवी നിന്ന് पहले क्या आती है आवाज़ आती है तस्वीर दिखना अभी बाकी है तस्वीर पिक्चर तस्वीर ചിത്രങ്ങൾ ഫോട്ടോസ് ചിത്രങ്ങൾ दिखना കാണാൻ अभी बाकी है ഇനി ബാക്കിയുണ്ട് അപ്പോൾ पहले तो आवाज़ आते हैं वो शब्द की रश्मियाँ पहले टीवी पर आते हैं उसके बाद चित्र की रश्मियाँ ആദ്യ ശബ്ദ തരംഗങ്ങളാണ് ടി വിയിലെത്തുന്നത് പിന്നെയാണ് എന്ത് ചിത്രങ്ങൾ इसीलिए पहले तो शब्द आ गए हैं टीवी की आवाज़ टीविയുടെ ശബ്ദം और मद्रास का अधिकतम तापमान മദ്രാസിലെ ഏറ്റവും കൂടുതൽ താപനില നിലനിൽക്കുന്നു 34 ഡിഗ്രി 34 ഡിഗ്രി 34 ഡിഗ്രി അപ്പോൾ यहाँ ये तो क्या है खबरें है വാർത്തയാണ് അപ്പോൾ टी वी में खबर है वही खबर का साउंड तो आ रहा है ആ വാർത്തയുടെ ശബ്ദമാണ് ആദ്യമായിട്ട് വരുന്നത് गोबू की आंखें फैल रही है गोबുവിൻ്റെ കണ്ണുകൾ ഫൈൽ रही है വിടരുന്നു ഫൈലിന വ്യാപിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ കണ്ണുകൾ വിടരുക എന്ന് പറഞ്ഞാൽ वो बड़े आंखों से वो निहार रहे हैं വലിയ കണ്ണുകളാക്കിയിട്ട് നിഹാർ രഹേ ഹായ് ഇമവട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിൻ്റെ പോളങ്ങനെ അടക്കുന്ന പോലുമില്ല നമ്മൾ ഓരോ സെക്കൻഡിലും കൺപോളങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൺ ക്ലീൻ ചെയ്യുക എന്നതാണ് അതിൻ്റെ ദൗത്യം അപ്പോൾ वो क्या है निहार रहे हैं അവൻ ഇമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു टी वी के शीशे पर हल्की हल्की रोशनी टी वी के शीशे टीविയുടെ शीशे का मतलब वही ഗ്ലാസ് അല്ലേ അതിൻ്റെ ആ മോണിറ്ററിൽ ടി വിക്ക് शीशे पर ടി വിയുടെ ആ കണ്ണാടിച്ചില്ല് പോലുള്ള ആ മോണിറ്ററിൽ ഹൽക്കി ഹൽക്കി രോഷിനി നേരിയ രോഷിനി വെളിച്ചം രോഷിനി ഭി ഫൈൽ രഹി ഹെ നേരിയ വെളിച്ചവും ഫൈൽ രഹി ഹെ വ്യാപിക്കുന്നു തസ്വീരേം കിസി ഭി പൽ ദിഖ് ജായേഗി തസ്വീരേം
ഫോട്ടോ കിസി ഭി പൽ ഏത് പൽ നിമിഷം ഏത് മിനിറ്റിലും ദിഖ് ജായേഗി കാണപ്പെടും और तभी അപ്പോൾ തന്നെ ബിജ്ലി ചലി ജാതി ഹെ और तभी അപ്പോൾ തന്നെ അപ്പോൾ തബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തഭി അപ്പോൾ തന്നെ ബിജ്ലി ചലി ജാതി ഹെ ബിജ്ലി ബിജ്ലി എന്ന് പറഞ്ഞാൽ എന്താ കറണ്ട് അല്ലെ ബിജ്ലി ചലി ജാതി ഹെ കറണ്ട് പോകുന്നു घुप अंधेरा हो जाता है घुप अंधेര ഡീപ്പ് ഡാർക്ക്നെസ് അപ്പോൾ ബിജലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ गोस ऑफ बिजली चली जाती है पावर गोस ऑफ गुप अंधेरा हो जाता है गुप अंधेरा का मीनिंग डीप डार्कनेस है गोबू चुन्नी और लल्लू एक साथ अंधेरे में गोबू चुन्निയും ലല്ലും एक साथ ഒരുമിച്ച് अंधेरे में वही डार्कनेस ले ഇരുട്ടിൽ हे भगवान हे खुदा हे ईश्वर को बुलवाते हैं ദൈവത്തെ വിളിക്കുന്നു वो टीवी देखने के लिए बैठते वक्त बिजली चली गई पावर घोष ऑफ तभी तो वो भगवान को ईश्वर को അപ്പോൾ അവർ ഈശ്വരനെ ബുൽവാത്തെ ഹൈ വിളിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ